തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുഗതന എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയും വിശ്വാസ്യതയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ഈശ്വരൻ സത്യപ്രതിജ്ഞ ചടങ്ങ് പൂർത്തിയായി കഴിഞ്ഞു. അതായത് നേരത്തെ ഈ ദൈവങ്ങളുടെ നാമത്തിൽ, അതായത് ഈ ദേവീദേവന്മാരുടെ പേരിൽ ഒക്കെ തന്നെ സത്യപ്രതിജ്ഞ ചെയ്തതായിരുന്നു ഒരു പ്രശ്നമുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതിനെ തുടർന്നാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളൊരു അറിയിപ്പ് ഇപ്പോൾ ജയിൽ സൂപ്രണ്ട് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം BJPക്ക് ആശ്വാസം. നേരിയ ഭൂരിപക്ഷത്തിൽ ആണ് കോർപ്പറേഷന്റെ ഭരണം. അവിശ്വാസ പ്രമേയം ഉൾപ്പെടെ മുന്നോട്ട് പോയാൽ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയും സാഹചര്യവും ഒക്കെ എപ്പോഴും മുന്നിലുള്ള ഒരു നഗരസഭ ഭരണമാണ്. സുഗതന്റെ സത്യപ്രതിജ്ഞ പൂർത്തിയാകുന്നതോടുകൂടി BJP സംബന്ധിച്ച് ആശ്വാസകരമാണ്. നേരത്തെ ലക്ഷ്യം റിപ്പോർട്ട് ചെയ്തതുപോലെ ഗുരുദേവന്റെ നാമത്തിലായിരുന്നു സുഗതൻ ആദ്യം കോർപ്പറേഷൻ കൗൺസിലായി സത്യപ്രതിജ്ഞ ചെയ്തത്. ദേവീദേവന്മാരുടെയും മറ്റും നാമത്തിൽ സത്യവാചകം ചൊല്ലിയത് അത് ക്രമപ്രകാരമല്ല എന്നത് കോടതി നിരീക്ഷിക്കുകയും അതിൻ്റെ തുടർച്ചയായി 20 BJP അംഗങ്ങൾ വീണ്ടും സത്യപ്രതിജ്ഞ ചൊല്ലേണ്ടിയും വന്നു. സുഗതൻ പക്ഷേ ജയിലിലായതുകൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലാൻ കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് അപൂർവമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. വാഴോട്ടുകോണം കൗൺസിലറായ സുഗതൻ, BJP കൗൺസിലറായ സുഗതന് എതിരെ കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം തടയൽ നിയമം കാപ്പ എന്നറിയപ്പെടുന്ന കേരള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ഉൾപ്പെടെ ചുമത്തപ്പെട്ടിട്ടുള്ള ആളാണ് സുഗതൻ. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. സർക്കാർ രേഖകൾ പ്രകാരമാണെങ്കിൽ 19 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് സുഗതൻ. ഈ കേസുകളുടെ സ്വഭാവം പരിശോധിച്ചാൽ 4 വധശ്രമ കേസുകളുണ്ട്, വധഭീഷണി മുഴക്കലുണ്ട്, കലാപമുണ്ടാക്കാനുള്ള ആഹ്വാനം, കലാപമുണ്ടാക്കൽ, മാരകമായി പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ഈ 19 കേസുകളിൽ ഉൾപ്പെടുന്നു. 18 കേസുകളും വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഒരു കേസ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമാണ്. ലിഷോയ് പറയൂ. കൃത്യം 5 മിനിറ്റ് മാത്രമാണ് ഇവിടെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ എന്തായാലും നടന്നത്. അതായത് സത്യപ്രതിജ്ഞ ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വെച്ച് സംസാരിക്കും, വെളിയിൽ അതായത് ജയിലിനകത്ത് വെച്ച് സംസാരിക്കാനായി ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് മേയർ പറയുന്നത്. അപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം മേയർ മടങ്ങുകയാണ്. 5 മിനിറ്റ് മാത്രം, അതായത് കൃത്യം 11 മണിക്ക് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് ആരംഭിച്ചു. 5 മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഈ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്പോൾ സുഗതനെ ജയിലിനകത്തേക്ക് തന്നെ കൊണ്ടുപോവുകയും ചെയ്തു. ജയിലിൻ്റെ ഒരു കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ലൈബ്രറി ഹാളിൽ വെച്ചാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ വീണ്ടും ഒരു കൗൺസിലർ എന്ന ഒരു പദവിയിലേക്കുള്ള സ്ഥാനം ഏറ്റെടുക്കുകയാണ് സുഗതൻ.